സെലറ്റസ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾക്ക് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈശോയുടെ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾക്ക് ശേഷം ഒരുപാട് പേര് അവനെ വിട്ടുപോയി എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈശോ അവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ശിമയോൻ പത്രോസ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, പിന്നെ ഞങ്ങൾ എവിടേക്ക് പോകും? അതായത് എവിടെ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ശിഷ്യന്മാർക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പത്രോസിന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. നിത്യജീവന്റെ വചനങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം പത്രോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടോ? ലോകത്തിന്റെ പിന്നാലെ പോയി അതിന്റെ പിന്നാലെ പായാനായിട്ടാണോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, അതോ നിത്യജീവന്റെ വചനങ്ങളുള്ള ദൈവത്തിന്റെ പക്കലായിരിക്കാനാണോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? പത്രോസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു, ലോകത്തിന് പിന്നാലെ പായാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് നിത്യജീവന്റെ വചനങ്ങളുള്ള ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം പത്രോസിനുണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പത്രോസിനുണ്ടായിരുന്ന ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്? ഈ ബോധ്യം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം. ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.